ഹായ് ഹെറിഡേഴ്സ്, വെൽക്കം ബാക്ക് ടു എജസ് ഓൺലൈൻ ട്യൂഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് ഹിന്ദിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സെക്ഷൻസ് ആണ്, സർവ്വനാമവും അതേപോലെ വിശേഷൺ ശബ്ദം. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഓരോ മാർക്ക് വീതം നമുക്ക് 8ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ നമുക്ക് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഏത് ക്ലാസ്സുകാരും കാണാം, അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സർവ്വനാമം, അതേപോലെ എന്താണ് വിശേഷണ ശബ്ദം. നമുക്ക് ഇംഗ്ലീഷിൽ ഗ്രാമർ ടോപ്പിക്സ് ഉണ്ട് അല്ലേ, അതായത് പ്രോനൗണും അതേപോലെ അഡ്ജക്റ്റീവും. അതുപോലെ തന്നെ നമ്മൾ ഹിന്ദിയിലെ 2 ഗ്രാമർ ടോപ്പിക് തന്നെയാണ് എന്ത്, സർവ്വനാമവും വിശേഷണ ശബ്ദവും. ഇത് രണ്ടും വളരെ സിമ്പിൾ ആണ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഒന്നാമത്തെയാണ് വിശേഷണ ശബ്ദം. ഇവിടെ നോക്കൂ, നമുക്ക് 2 വാക്ക് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ, നമുക്ക് സഫീദും തില്ലും. അപ്പോൾ ഒന്നിനെ എന്താ പറയാ, വിശേഷണം ചെയ്ത് പറയുന്ന അല്ലെങ്കിൽ വിശേഷണം ചെയ്ത് പറയുന്ന ഒരു വാക്കായിരിക്കണം അത്. അത് നമുക്ക് വായിച്ചു നോക്കാൻ നേരത്തെ മനസ്സിലാവും. ഓക്കെ, ഇപ്പൊ ഇവിടെ സഫേദ് തില്ലെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് എന്തായിരിക്കും, എന്തിനെയാണ് ഇവിടെ വിശേഷണം ചെയ്യണത്? ഈ തിൽ എന്ന് പറഞ്ഞ വാക്കിനെയല്ലേ, അത് എങ്ങനെയാണ് വിശേഷണം ചെയ്യണത്? സഫേദ് എന്ന് പറഞ്ഞിട്ടല്ലേ. അപ്പൊ ഇതില് വിശേഷണ ശബ്ദം ഏതാണ്? സഫേദ് ആണ്. ഇത് കൊടുക്കാം സഫേദ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി അടുത്ത് ഇവിടെ നോക്കൂ, ഹൽക്കി ദസ്തക്. ഇത് ഏതാണ്? ഹൽക്കി ദസ്തക്, ഹൽക്കിയാണ്. അപ്പൊ അവിടെ ആൻസർ വരിക. ഇവിടെ നോക്ക്, സാറ സാമൻ, ഏതായിരിക്കും? സാറ. ഇനി ഇവിടെ നോക്ക്, രംഗ് ബിരങ്കി ഷോൾ, വർണ്ണ നിറത്തിലുള്ള ഷോള്. അപ്പൊ ഏതാണ്? രംഗ് ബിരങ്കി. ഇനി ബാരി നുക്സാൻ, ഏതാണ്? ബാരി. ഇനി അടുത്തത് കജ്രാരി ആങ്ക്, ഏതാണ്? കജ്രാരി. സഫേദ് തിൽ, ഇപ്പൊ നമ്മൾ പറഞ്ഞാണ് അല്ലെ, ഏതാണ്? സഫേദാണ്. കാലേ മേഘ്, ഏതാണ്? കാലേ. വിചിത്ര ഘടന, ഏതാണ്? വിചിത്ര. അതേപോലെ സർവശ്രേഷ്ഠ സമ്മാൻ, ഏതാണ്? സർവശ്രേഷ്ഠ. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് മൊത്തം ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് കമ്മ്യൂണിറ്റി ലഭിക്കുന്നതാണ്, കമന്റ് ബോക്സിൽ അതിന്റെ ലിങ്ക് ഉണ്ട് കേട്ടോ. ഇനി അടുത്താണ് സർവനാമം. സർവനാമത്തിൽ നമുക്ക് എന്തൊക്കെ പറയാം നോക്കുക. സർവനാമം എന്ന് പറയുന്നത് എന്തിനോട് എന്ത് കൂട്ടിയപ്പോൾ ഇന്നൊരു ഉത്തരം വന്നു അല്ലെ. തൂ പ്ലസ് കോയാണോ തേരി വരിക, തൂ പ്ലസ് കായാണോ തേരി വരിക, തൂ പ്ലസ് കീ ആണോ തേരി വരിക, തൂ പ്ലസ് കെ ആണോ തേരി വരിക. ഇവിടെ നോക്ക്, തേരിയില് ഏതാണ് ലാസ്റ്റ്? തേരി. ഞാൻ ഇവിടെ എഴുതി കാണിക്കാവേ, തേരി അല്ലെ. ഇവിടെ തായുണ്ട്. അപ്പൊ നമുക്ക് ഓൾറെഡി ഇവിടെ അങ്ങനെ നമ്മൾ കോമൺ സെൻസിൽ നമ്മൾ എടുക്കുന്നു കേട്ടോ, എല്ലാം ഇതുപോലെ പറ്റില്ലേ. പിന്നെ നോക്ക്, ഇവിടെ കീ ആണ് അല്ലെ കൊടുത്തേക്കണത്, കീ. അപ്പൊ ഇവിടെ ഈ ചിഹ്നമാണ്, ഇവിടെയും ഈ ഒരു ചിഹ്നം തന്നെയാണ്. അപ്പൊ നമുക്ക് കാലിന്റെ ചിഹ്നം വെച്ചിട്ട് ഇവിടെ അത് മാത്രമാണോ ഉള്ളത്? അല്ല, ഇവിടെ ഈന്റെ ചിഹ്നം ഉണ്ട് അല്ലെ. അപ്പൊ ആ ഒരു രീതിക്ക് നമുക്ക് എന്തെന്ന് പറയാം, ഇത് ശരിയാണെന്ന് പറയാം. തൂ പ്ലസ് കീ തേരി എന്നുള്ളത് നമുക്ക് എന്തെന്ന് പറയാം, ശരിയാണെന്ന് പറയാം. അപ്പൊ വ പ്ലസ് ക ഉസ്ക, വ പ്ലസ് കോ ഉസ്കോ അല്ലെങ്കിൽ ഉസേ. പിന്നെ നമുക്ക് വ പ്ലസ് എ ഉസേ. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യണം, വായിച്ച് തന്നെ നോക്കണം. അപ്പൊ കിട്ടിക്കോളും കേട്ടോ. വ പ്ലസ് ക ഉസ്ക, വ പ്ലസ് കോ ഉസ്കെ അല്ലെങ്കിൽ ഉസേ, വ പ്ലസ് എ ഉസേ, വ പ്ലസ് നെ ഉസ്നെ. ഇവിടെ നോക്ക്, നെ നെ സെ സെ. പിന്നെ കോ കോ. ഇവിടെ ഒരു ചെറിയ വ്യത്യാസം ഇല്ലേ, ഉസേ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ക ക. ഇനി നോക്ക്, യ പ്ലസ് ക ഇസ്ക, യഹ് ഈ ആണ് ഇവിടെ വരിക. അപ്പൊ നമ്മള് ശ്രദ്ധിക്കേണ്ടത്, ഈ വന്ന അവിടെ യായിരിക്കണം, ഊ വന്ന അവിടെ വായായിരിക്കണം, സ വന്ന അവിടെ ഹായായിരിക്കണം. ഈ ഒരു ചെറിയൊരു സംഭവം ഉണ്ട്, അതെന്താന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിക്കോളൂ കേട്ടോ. ഈ എന്ന് പറഞ്ഞ ഏതായിരിക്കണം? യാ ആയിരിക്കണം. അവിടെ യായല്ലേ. വാ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കണം? വായായിരിക്കണം കേട്ടോ. വാ വന്ന് ഊവായിരിക്കണം. അതേപോലെ ഹാ വന്ന എന്തായിരിക്കണം? സായായിരിക്കണം അല്ലെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എഴുതി കൊടുക്കുക കേട്ടോ. അപ്പൊ നമ്മള് പറഞ്ഞു വന്നത് യ പ്ലസ് ക ഇസ്ക അല്ലെ, യ പ്ലസ് ക ഇസ്ക, യ പ്ലസ് കോ ഇസ്കോ, യ പ്ലസ് കെ യഹ് പ്ലസ് സെ ഇസസെ, യഹ് പ്ലസ് നെ ഇസ്നെ, വേ പ്ലസ് ക ഉൻക, വേ പ്ലസ് കോ ഉൻകോ. പിന്നെ നമുക്ക് എന്താ പറയാം, വേ പ്ലസ് എ ഉൻസെ, വേ പ്ലസ് നെ ഉന്നോനെ. അപ്പൊ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. നോട്ട് കമ്മ്യൂണിറ്റിയിലേക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എക്സാം ഈസി ആവട്ടെ. താങ്ക് യു.